ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവിയിൽ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചൂണ്ടിക്കാട്ടിയതിന് SFIയും AISFും തെരുവിൽ പോരടിക്കേണ്ടതില്ല. തെറ്റുകൾ കണ്ടാൽ ഇനിയും പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം രാജ്യസഭാ സീറ്റിനെ ചൊല്ലി CPI കൗൺസിലിൽ വാദപ്രതിവാദങ്ങളും നടന്നു. PP സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഒരാളിലേക്ക് മാത്രം ഈ പരാജയത്തിന്റെ കാരണം കേന്ദ്രീകരിക്കുന്നതാണോ CPI സംസ്ഥാന സെക്രട്ടറി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? മാത്രമല്ല, PP സുനീറിന്റെ രാജ്യസഭാ അംഗത്വത്തെ സംബന്ധിച്ചും പ്രതിവാദങ്ങൾ ഉണ്ടായി. ഇന്ന് CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുമ്പോഴാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയോ ക്രൂശിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന കൗൺസിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുകയോ അദ്ദേഹത്തെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിരുന്നില്ല. ആ നിലപാടിനെ സാധൂകരിക്കുന്നതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വം കൂട്ടായ ഉത്തരവാദിത്വമാണ്. അതിൽ ഒറ്റയാളെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയോ ക്രൂശിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പിണറായിയെ കുറ്റം പറയുന്നവർ 2019 തോൽവിക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് കിട്ടാൻ പിറകെ നടന്നിട്ടുണ്ട് എന്ന കാര്യവും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഈ തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായിയെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയോ ക്രൂശിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് ബിനോയ് ആവർത്തിച്ച് ഈ സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത്. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട് തന്നെയാണ് എന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.